വായുവിൽ നിന്ന് കുടിവെള്ളം സംഭരിക്കുന്ന യന്ത്രവുമായി എടവണ്ണപ്പാറ ചാലിയപ്പുറം ഗവൺമെന്റ് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾ 6ാം ക്ലാസ്സുകാരിയായ ഹെന ഫാത്തിമയും 7ാം തരത്തിൽ പഠിക്കുന്ന മുഹമ്മദ് ആദിലുമാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ എന്ന ഉപകരണം നിർമ്മിച്ച് ശ്രദ്ധ നേടുന്നത്. ഈർപ്പമുള്ള അന്തരീക്ഷവായുവിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുത്ത് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ. സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ ദിവസങ്ങളോളം ബഹിരാകാശത്ത് ജലം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളാണ് മലപ്പുറം എടവണ്ണപ്പാറ ചാലിയം ഗവൺമെന്റ് യു.പി. സ്കൂളിലെ ഈ കുട്ടികളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായത്. സയൻസ് ടീച്ചർ പി പ്രിയ കുട്ടികളുടെ സംശയങ്ങൾക്ക് ഉത്തരവുമായി കൂടെ നിന്നു. അതിന് വേണ്ട സപ്പോർട്ട് ഇവിടുത്തെ അധ്യാപകര്, എച്ച്.എമ്മിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര അധ്യാപകരും പി.ടി ഒക്കെ വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ഇങ്ങനൊരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുകയും അത് വിജയകരമാവുകയും ചെയ്തു. കുട്ടികൾ സോഷ്യൽ മീഡിയയെയും പഠനത്തിനായി ഉപയോഗിച്ചു. അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ നിർമ്മാണത്തിനാവശ്യമായ ചിത്രം തയ്യാറാക്കിയപ്പോൾ ഇതിന്റെ ഇലക്ട്രിക്കൽ സംവിധാനം സുഹൈൽ എന്ന ഒരു യുവ സൗണ്ട് എഞ്ചിനീയറാണ് നിർമ്മിച്ചു നൽകിയത്. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ശുദ്ധജലം അത്ര ലഭ്യമല്ലാത്ത സ്ഥലത്ത് ഉപയോഗിച്ചുകൂടാ? ഈ ചോദ്യമാണ് നമ്മളെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിച്ചത്. ആദ്യം ഫാൻ വെച്ച് വായുവിനെ വലിച്ചെടുക്കുന്നു, പിന്നീട് അതിനെ കംപ്രസർ വായുവിനെ ചുരുക്കുന്നു. അപ്പോൾ വായുവിന്റെ മർദ്ദം കൂടുകയും അത് ചൂടാവുകയും ചെയ്യും. അപ്പോൾ അതിനെ ചെറിയൊരു പൈപ്പിലൂടെ കടത്തിവിടും. അപ്പോൾ മർദ്ദം കുറഞ്ഞു വരുമ്പോൾ വായു ലിക്വിഡ് ഫോമായി കളക്ടിംഗ് ടാങ്കിലേക്ക് മാറും. വായുവിൽ നിന്ന് എടുക്കുന്നതായതിനാൽ വെള്ളത്തിൽ മിനറൽസ് എല്ലാം തന്നെ ഉണ്ടാകണമെന്നില്ല. മിനറൽസ് ചേർത്തതിനു ശേഷം ശുദ്ധീകരിക്കുന്നതോടെ വെള്ളം കുടിക്കാൻ പാകത്തിനാകും. അമൃത ന്യൂസ്, കോഴിക്കോട്.